Hello, dears. Here we are again with our paper Methodology of Humanities and Academic Writing. Today we are going to discuss three paragraph questions from the textbook. The first one is write a paragraph on narration and history, or what is historical narrative. In the previous class, we have discussed the narration in detail, so we don't need to explain it again. So let's move on to the answer. സോ നമ്മൾ പറഞ്ഞു അല്ലെ, നരേഷൻ എന്ന് പറഞ്ഞാൽ വിവരിക്കുക അല്ലെ, ഡിസ്ക്രൈബ് എന്നുള്ള ഒരു മീനിങ് ആണ്. അല്ലെങ്കിൽ ടെൽ എ സ്റ്റോറി അല്ലെ, ഒരു എന്ത് ചെയ്യാം, ഒരു നറേറ്റർ അല്ലെ, പേഴ്സൺ, ദ വൺ ഹു ടെൽസ് എ സ്റ്റോറി അല്ലെ, ഹീസ് കോൾഡ് എ നറേറ്റർ എന്നൊക്കെ നമ്മൾ അല്ലെ പറഞ്ഞിട്ടുണ്ട്. അതാണ്. സോ നറേഷൻ എന്നുള്ളത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നോക്കാം, ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. So narration is central to the analysis of history. It has been held that it is through narration that historians achieve whatever is specifically historical about historical understanding. സോ എന്താ പറയുന്നത്, നരേഷൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം അല്ലെ, ഹിസ്റ്ററി നമുക്ക് വേണ്ടി അല്ല ആരും എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക, പല അല്ലെ ഫാക്ട്സ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കിട്ടുന്ന എവിഡൻസ് വെച്ചിട്ട് അല്ല അത് കണക്ട് ചെയ്ത് നമ്മൾ ഒരു നറേഷൻ അല്ലെ, നറേഷനിലൂടെ ആ ഒരു ഗ്യാപ്പ് ഒക്കെ നികത്തി അല്ലെ കൊണ്ടുവരുന്ന ഒരു കഥ അല്ലെ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നതാണ്. അതിൽ അല്ലെ ഇമാജിനേഷൻ ഉണ്ടാവാം, ഫാക്ട്സ് ഉണ്ടാവാം അല്ലെ, യാഥാർത്ഥ്യം ഉണ്ടാവാം, ട്രൂത്ത് ഉണ്ടാവാം. സോ അതാണ് എന്ത് നറേഷൻ കൊണ്ട് അല്ലെ ഹിസ്റ്ററിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹിസ്റ്ററിക്കുള്ള സംഭാവന അല്ലെ നറേഷന്റെ ഭാഗത്ത് നിന്നും. സോ അതാണ് നമ്മളിവിടെ പറയുന്നത്. It has been held that it is through narration that historians achieve whatever is specifically historical about historical understanding. സോ ഹിസ്റ്റോറിക്കൽ അല്ലെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ട അല്ലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹിസ്റ്റോറിയൻസ് ഉണ്ടാക്കുന്നത് ആ ഒരു നറേഷനിലൂടെയാണ്. ചെറിയ ചെറിയ പീസസ് ഓഫ് അല്ലെ എവിഡൻസ് മാത്രമേ ഹിസ്റ്റോറിക്കലായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അല്ലെ, എന്തിനെ പറ്റിയുള്ളതാണെങ്കിലും. സോ അത് ആ പീസസ് അല്ലെ നമ്മൾ എന്ത് ചെയ്യും, നറേഷൻ വെച്ച് കണക്ട് ചെയ്ത് ഒരു ചരിത്രപരമായ അല്ലെ സ്റ്റോറി, ഹിസ്റ്ററി അല്ലെ ഉണ്ടാക്കും. നറേറ്റീവ് ഹിസ്റ്ററി ഇസ് ദ പ്രാക്ടീസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി ഇൻ എ സ്റ്റോറി ബേസ്ഡ് ഫോം. അതുകൊണ്ട് തന്നെ അല്ലെ ആ ഒരു ബ്രാഞ്ച് വേറെ തന്നെ ഒരു അല്ലെ ബ്രാഞ്ച് തന്നെ ഉണ്ട് അല്ലെ, സ്റ്റോറി രൂപത്തിൽ ഹിസ്റ്ററി പറയുന്നത്. അതാണ് എന്ത് നറേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ അവിടെ എന്താ ചെയ്യുക, നമ്മളെ അല്ലെ സ്റ്റോറി രൂപത്തിലാണ് ഹിസ്റ്ററി അവതരിപ്പിക്കുക അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു അല്ലെ സ്റ്റോറി പറയുന്നത് പോലെ, ഒരു നോവൽ അവതരിപ്പിക്കും പോലെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ. The oral culture of the past promoted folk tales and folk songs to speak about all the tradition. സോ നറേഷനിലൂടെ അല്ലെ വന്ന, അതായത് നറേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ ഫോക്ക് ടെയിൽസും ഒക്കെ എന്താണ് അങ്ങനെയുള്ളതാണ് അല്ലെ, നമ്മളെ പഴയ കഥകളൊക്കെ. സോ പല കഥകളും അല്ലേ, ഓരോരോ കഥകളും ഇപ്പോൾ എന്താണ് ഉണ്ണിയാർച്ച അല്ലെ, അങ്ങനെയുള്ള കഥകളൊക്കെ എന്താണ് വായ്മൊഴിയായിട്ട് വന്നിട്ടുള്ള കഥകളാണ്. സോ നമ്മളല്ലേ ഇപ്പോൾ ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കുകയാണ് അല്ലെ ആ ഒരു നറേഷനിലൂടെ. സോ അങ്ങനെയുള്ള അല്ലെ പല പഴയ ട്രഡീഷനും അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു നറേഷനിലൂടെയാണ്. It was only by the advent of a printing technology that the concept of written history got its existence. സോ അതുവരെ അല്ലേ എന്താണ് വായ്മൊഴിയായിട്ടാണ് അല്ലെ ഓറൽ ട്രഡീഷനിലൂടെയാണ് അല്ലെ ഹിസ്റ്ററി പലതും കൈമാറി വന്നിട്ടുള്ളത്. ബട്ട് അല്ലെ എന്താണ് പ്രിന്റിംഗ് വന്ന ശേഷമാണ് അല്ലെ റിട്ടൺ ഫോമിൽ നമുക്കത് കിട്ടുന്നത്, എഴുത്ത് രൂപത്തിലല്ലേ ചരിത്രം ഹിസ്റ്ററി എഴുതി വെക്കുന്നത്. Each community has its own way of presenting the past through myths, stories, songs, riddles, etc. സോ ഓരോ കമ്മ്യൂണിറ്റിയും അല്ലെ എല്ലാ കമ്മ്യൂണിറ്റിക്കും എന്തുണ്ട് അവരുടേതായ അല്ലെ ആ ഒരു ഹിസ്റ്ററി സൂക്ഷിക്കുന്ന ആ ഒരു രീതിയുണ്ട് അല്ലെ. മിത്തിന്റെ രൂപത്തിലായാലും സ്റ്റോറീസിന്റെ രൂപത്തിലായാലും അല്ലെ പാട്ടുകളുടെ രൂപത്തിലായാലും അല്ലെ പിന്നെന്താണ് റിഡിൽസ്, അങ്ങനെയുള്ള അല്ലെ റിഡിൽസിന്റെ രൂപത്തിലൊക്കെ പല ചൊല്ലുകളുടെ രൂപത്തിലൊക്കെ അല്ലെ അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. പല അല്ലെ മുമ്പേയുള്ള കഥകളും അല്ലെ ചരിത്രങ്ങളും. സോ ഇതൊക്കെയും അല്ലെ സാധ്യമാവുന്നത് നറേഷൻ എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിലൂടെയാണ് അല്ലെ. നറേഷന്റെ സഹായത്തോടെ നമ്മളല്ലേ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന പല
ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറീസും അല്ലെ ഹിസ്റ്ററിയും ഒക്കെയാണ്. In the Indian culture, the epic forms were traditionally handed over in the form of stories. So epic forms അല്ലെ രാമായണ ആയാലും മഹാഭാരത ആയാലും അല്ല അതെന്താണ് സ്റ്റോറീസിന്റെ രൂപത്തിലാണ് അല്ലെ വന്നിട്ടുള്ളത്, നെറേഷൻ എന്നുള്ള രീതിയിലാണ്. So this became the main source of reference to our ethnicity and culture. So അല്ലെ ആ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നല്ലേ, ഒരു ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഒരു ഇസ്ലാം സംസ്കാരം അല്ലെ ഒരു എന്താണ് ക്രിസ്ത്യൻ സംസ്കാരം ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ഇങ്ങനെയുള്ള അല്ലെ അവരുടേതായ ഒരു ഗ്രന്ഥമുണ്ടാവും അല്ലെ, ബൈബിൾ ഉണ്ടാവും, ഖുറാൻ ഉണ്ടാവും, ഒരു രാമായണം അല്ലെ. സോ ആ ഒരു ബുക്ക് എന്തായാലും ആ ഒരു സംസ്കാരത്തിന്റെ രൂപീകരണത്തിന് അല്ലെ ഒരുപാട് സഹായിക്കും. സോ എങ്ങനെയാണ് അല്ലെ ജീവിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന അല്ലെ പല കാര്യങ്ങളും നല്ല അല്ലെ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. സോ നറേഷനിലൂടെയാണ് അല്ലെ നമുക്കത് കിട്ടുന്നത് എന്നുള്ളതാണ്. The various art forms of Kerala like Kathakali, Mohiniyattam, Autumn Tullal, etc. publicized the history of Kerala. So എന്താണ് കേരളത്തിന്റെ അല്ലെ ചരിത്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ സംസ്കാരവും അല്ലെ അതിന്റെ കലാപരമായ കാര്യങ്ങളും മോഹിനിയാട്ടമായാലും അല്ലെ കേരളത്തിന്റെ തനത് കലകളും ഒക്കെ കൂടിച്ചേർന്ന് അല്ലെ രൂപപ്പെടുന്ന ഒരു ചരിത്രമാണ് അല്ലെ. സോ അതെന്താണ് നമ്മളല്ലേ ആ ഒരു നറേഷനിലൂടെ രൂപപ്പെടുത്തുന്നതാണ് അല്ലെ. വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള അല്ലെ ഒരു കലയുടെയും ഒക്കെ അവകാശം അല്ലെ നമ്മൾ സ്വയം ഇങ്ങനെ കൈമാറി വന്നിട്ട് അല്ല ആ ഒരു എന്താണ് കലകൾ അല്ലെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മുടെ അല്ലെ ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായിട്ട് മാറും. സോ അങ്ങനെ സംസ്കാരത്തിന്റെ ഭാഗമാവുമ്പോൾ അല്ലെ അത് നമ്മുടെ അല്ലെ ആ ഒരു പ്രദേശത്തിന്റെ തന്നെ ഒരു സംസ്കാരമായിട്ട് അത് അറിയപ്പെടുമെന്നുള്ളതാണ്. Later came the print media to preserve the past on papers and thus entered the role of history and historians. പിന്നെ അല്ലെ എന്താണ് അതുവരെ അല്ലെ പറഞ്ഞു വന്നിട്ടുള്ള അല്ലെ ചരിത്രങ്ങളാണ് കലകളുടെ ആയാലും അല്ലെ സംസ്കാരത്തിന്റെ ആയാലും. എഴുത്ത് അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ വന്ന ശേഷം അല്ലെ പേപ്പർ വന്ന ശേഷം പേപ്പറുകൾ അല്ലെ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി എഴുത്തിന്റെ രൂപത്തിൽ അല്ലെ സംസ്കാരങ്ങള് ചരിത്രങ്ങള് ഒക്കെയും സ്റ്റോർ ചെയ്യപ്പെടാൻ തുടങ്ങി അല്ലെ. നറേഷൻ എഴുത്തിന്റെ രൂപത്തിൽ നറേഷൻ വരാൻ തുടങ്ങി. അതുവരെ അല്ലെ നമ്മൾ ആളുകൾ പറഞ്ഞിട്ടുള്ള അല്ലെ അവരുടെ ഓറൽ നറേഷനാണ് നമ്മൾ അല്ലെ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വളർന്നു വന്നത്. പിന്നെ എന്താണ് പലതരം ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന നെറേറ്റീവ് അല്ലെ ആ ഒരു ചരിത്രം അതാണ് നമ്മൾ പിന്നെ ഫോളോ ചെയ്തു വരുന്നത്. History is the representation of the past which is recorded by the historians in the form of historical narratives. സോ ചരിത്രം എന്ന് പറയുന്നത് തന്നെ എന്താണ് ഹിസ്റ്റോറിയൻസ് അല്ലെ റെക്കോർഡ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് ആണ് അല്ലെ. ഹിസ്റ്റോറിയൻസ് അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അല്ല അവരുടെ ഭാവന കൂടി വെച്ച് ഫിൽ ചെയ്ത് അല്ലെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു തരം അവതരണമാണ് എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. Historical narratives differ according to the person, culture and period. So historical narrative എന്ന് പറയുന്നത് അല്ലെ പലപ്പോഴും പേഴ്സൺ അനുസരിച്ചും അല്ലെ കൾച്ചർ അനുസരിച്ചും പീരീഡ് അനുസരിച്ചും മാറി വരും. സോ ഒരു പ്രദേശത്തെ ആരാണ് കൂടുതൽ എന്നുള്ളതിനനുസരിച്ച് അല്ലെ ഒരു ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ. സോ ആ പ്രദേശത്തിന്റെ അല്ലെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് ആ ഒരു അല്ലെ മെജോറിറ്റിക്ക് എപ്പോഴും എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. ബട്ട് എപ്പോഴും അല്ലെ എന്തുണ്ടാവും മറ്റു കൾച്ചറും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എന്താണ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് എന്ന് പറയുന്നത് ആളുകൾക്കനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും അല്ലെ കാലഘട്ടത്തിനനുസരിച്ചും മാറി വരും എന്നുള്ളതാണ്. According to Hayden White, there are three modes of communicating events in the past. ഹെയ്ഡൻ വൈറ്റ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് പ്രകാരം അല്ലെ പാസ്റ്റിലെ ഇവന്റ്സ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് 3 രീതിയിലാണ്. ഏതൊക്കെയാണ്? They are the annals mode, the chronicle mode and the historical narrative mode. സോ ഇതാണ് ആ ഒരു 3 മെത്തേഡ്സ്. അങ്ങനെ എന്തൊക്കെയാണെന്ന് നോക്കാം. The annals mode എന്ന് പറഞ്ഞാൽ എന്താ? The annals are a concise historical record in which events are arranged chronologically year by year. അതായത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അല്ലെ വെറും പോയിന്റ് മാത്രം മെയിൻ പോയിന്റ് മാത്രം അല്ലെ ഓരോ വർഷവും ഇട്ടിട്ട്
ക്രോണോളജിക്കൽ ഓർഡറിലെ മെയിൻ പോയിന്റ്സ് മാത്രം അല്ലെ രേഖപ്പെടുത്തുന്ന ആ ഒരു സ്റ്റൈലിനാണ് എന്ത് പറയാ അന്നാൽസ് മോഡ് എന്ന് പറയാം. അവിടെ ഡിസ്ക്രൈബ് ചെയ്യില്ല, കാര്യങ്ങൾ വിവരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ക്യാൻ ബി നറേറ്റഡ് ബൈ റെപ്രസെന്റിംഗ് ദ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഓർ ഓഫ് ദി ഇയർ ആസ് ഫോളോസ്. സോ ഇന്ത്യൻ ചരിത്രം അല്ലെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കല്ലേ ആ ഒരു അന്നാൽസ് മോഡൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നോക്കാം. സോ നോക്കാം. ഫസ്റ്റ് വൺ, in 1947 India got freedom. അത്രയേ ഉള്ളൂ അല്ലെ, ഇന്ത്യ ഗോട്ട് ഫ്രീഡം 1947. ഏത് മാസം അല്ലെ ഏത് ദിവസം എന്നൊന്നും ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല അല്ലെ, മെയിൻ പോയിന്റ് മാത്രം. 1948 മഹാത്മാ ഗാന്ധി വാസ് അസാസിനേറ്റഡ്. സോ മഹാത്മാ ഗാന്ധി അല്ലെ അസാസിനേറ്റ് അല്ലെ കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ആര് കൊന്നു അല്ലെ ഏത് സാഹചര്യത്തിൽ ഇതൊന്നും ഇവിടെ പറയുന്നില്ല. In 1949, framing of the Indian Constitution. So, ഇന്ത്യൻ ഭരണഘടന അല്ലെ രൂപം കൊണ്ടു എന്നേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കാം, ക്രോണിക്കൽ മോഡിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുക, ഹിസ്റ്ററി നോക്കാം. The chronicle modes of representation provides us with a detailed history while having a central theme or a subject. സോ ക്രോണിക്കൽ മോഡലാകുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഉണ്ടാവും. നേരത്തേതിനേക്കാളും എന്തുണ്ടാവും, എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. ഒരു സെൻട്രൽ തീം ഉണ്ടാവും അല്ലെ, ഒരു പ്രത്യേക തീമിനെ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്ത് പറയാം. It follows a chronological order of events and also connects each event with the next by giving us a genuine information. So genuine ആയിട്ടുള്ള അല്ലെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മെയിൻ ആയിട്ടുള്ളതൊക്കെ അവിടെ കിട്ടുമെന്നുള്ളതാണ്. സോ ഒരു കണക്ഷനും ഉണ്ടാവും അല്ലെ ആ ഒരു ഇവന്റ്സ് തമ്മിൽ. ഫോർ എക്സാമ്പിൾ, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ക്രോണിക്കൽ മോഡ് ആസ് ഫോളോസ്. നോക്കാം. 1947 India got its long cherished freedom from the British rule on 15th August 1947. സോ അല്ലെ ഏത് ദിവസം എന്നൊക്കെ ഇവിടെ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ, ബ്രിട്ടീഷുകാരിൽ നിന്നാണ് എന്നൊക്കെയുള്ള കാര്യം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. In 1948, Mahatma Gandhi was assassinated on January 13th, 1948 in New Delhi by an extremist Nathuram Godse. So, അവിടെയും അല്ല എക്സ്പ്ലനേഷൻ കുറെ ഉണ്ട്. 1949, India framed its constitution on 26th of November 1949 under the leadership of B.R. Ambedkar. സോ അവിടെയും അല്ല കുറച്ചധികം പീസസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. തേർഡ് ആയിട്ടുള്ളത് നോക്കാം, ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി രൂപത്തിലാണ് എഴുതപ്പെടുക എന്നുള്ളതാണ്. സോ ഒരു സ്റ്റോറി പോലെയല്ല നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പാരഗ്രാഫിൽ അല്ലെങ്കിൽ എസ്സേ പോലെ കിട്ടും. So historical narrative gives us a detailed description about the past, explaining cause and effect of each incident without leaving any room for further explanation. So അല്ലെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് നമുക്ക് അല്ലെ വേറെ കുറെ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ചാൻസ് എന്നുള്ളതാണ്. സോ അധികം ചാൻസ് നമുക്ക് വേണ്ടി വരില്ല കൂടുതൽ എക്സ്പ്ലനേഷൻ കൊണ്ട് അല്ലെ നാം മനസ്സിലാക്കാൻ. നമുക്കല്ലേ കുറഞ്ഞ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവിടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മതിയാവും. അതിനപ്പുറത്തോട്ട് നമുക്കല്ലേ പിന്നെയും അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം വേണ്ടതൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ കഥാരൂപത്തിൽ നമുക്കൊക്കെയും അവിടെ തന്നിരിക്കും. They create a close-knit form of narrative style and bring about a sense of completion. സോ അവിടെ എന്തുണ്ടാവും, സ്റ്റോറി രൂപത്തിലായതുകൊണ്ട് തന്നെ അല്ലെ മുഴുവൻ ഡീറ്റെയിൽസും അല്ലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. കൂടുതലല്ലേ നമുക്ക് പിന്നെയും അല്ലെ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ ചോദിക്കാൻ ഉണ്ടാവില്ല. For example, the history of India through historical narrative can be expressed in the following way. നമുക്ക് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ അല്ലെ ഇതിൽ എങ്ങനെ വരും നോക്കാം. India acquired its long-cherished independence on 15th August 1947 after the British government decided to lay down all claims of the Indian dominion. And in this week of post-independence India and its illusion of Swaraj, Mahatma Gandhi was assassinated on January 30, 1948 in New Delhi by an extremist named Nathuram Godse. The country framed its constitution on 26th of November 1949 by a committee headed by B.R. Ambedkar. So, ഇവിടെ എന്താണ് വളരെ
എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള സെന്റൻസിൽ നമുക്ക് അല്ലെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ നേരത്തേതിലും ഡീറ്റെയിൽഡ് ആയിട്ടും നേരത്തേതിലും കണക്റ്റഡ് ആയിട്ടും അല്ലെ പറഞ്ഞ് തന്നിരിക്കുകയാണ്. അതാണ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്. സോ ഇത്രയാണ് നമ്മൾ അല്ല ആ ഒരു പാരഗ്രാഫിൽ പഠിക്കേണ്ടത്. ഇത് പാരഗ്രാഫായിട്ട് ഇതൊക്കെ ചോദിക്കുള്ളൂ. ഇങ്ങനെ പാരഗ്രാഫായിട്ട് മാത്രം പഠിച്ചാൽ മതി. ഓവറായിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിലോട്ട് പോയാൽ നമ്മൾ അല്ലേ നമ്മൾ എക്സാം ആകുമ്പോഴേക്കും ഫുൾ ഷാറ്റേഡ് ആവും, ആകെ തകർന്നു പോകും. ഇത് നമ്മുടെ പ്ലാനിങ് ആയിട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ഇങ്ങനെ കൃത്യമായിട്ട് പാരഗ്രാഫ് എസ്സേ ആയിട്ട് പഠിച്ച് വരുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഞാൻ തരുന്ന രൂപത്തിൽ മാത്രമേ ചോദിക്കുള്ളൂ, അതിനപ്പുറത്തോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇത്രയാണ് നറേഷൻ ഇൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് പറയാനുള്ളത്. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് പാരഗ്രാഫ്. ദാറ്റ് ഈസ് write a paragraph about facts and interpretation. സോ ഇനി വളരെ ഈസി ഉള്ള വേറൊരു ടോപ്പിക്കാണ് ഫാക്ട്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അല്ലെ നമുക്കറിയാം ഫാക്ട് എന്ന് പറഞ്ഞാൽ വസ്തുത അല്ലെ, സംതിങ് ട്രൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അല്ലെ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് പലപ്പോഴും അതിൻ്റെ കൂടെ വരുത്താറുണ്ട്. ഇറ്റ് ഈസ് എ ട്രൂ ഫാക്ട് എന്ന് പറയും അല്ലെ. ഇറ്റ് ഈസ് എ ട്രൂ ഫാക്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലെ എന്താണ് ഗ്രാമാറ്റിക്കലി തെറ്റാണ് അല്ലെ. കാരണം ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ സംതിങ് ദർ ഈസ് ട്രൂ ആണ് എന്ത് അല്ലെ ഫാക്ട് എന്ന് പറയുന്നത്. വസ്തുത എന്ന് പറഞ്ഞാൽ അല്ലെ ഇത് ശരിയായ വസ്തുത എന്ന് നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട്. ആ ഒരു ശൈലി ശരിയായ വസ്തുതയാണ് അത്. കാരണം ശരിയായതാണ് എന്ത് വസ്തുത. അപ്പോൾ നമ്മൾ ശരിയായത് എന്ന് പിന്നെയും അവിടെ ഉപയോഗിക്കുന്നത് ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ അല്ലെ എന്താണ് തെറ്റാണ്. സോ ഇറ്റ് ഈസ് വസ്തുത എന്ന് പറഞ്ഞാൽ മതി. സംതിങ് അല്ലെ ദാറ്റ് ഈസ് വെരി വെരി എന്താണ് ക്ലോസ് ടു ട്രൂത്ത് അല്ലെ, അതാണ് എന്ത് വസ്തുത, യാഥാർത്ഥ്യം അല്ലെ അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ എന്ത് വേണ്ട, ട്രൂ ഫാക്ട് എന്ന് പിന്നെയും വെക്കേണ്ട ആവശ്യമില്ല. സോ ഫാക്ട് എന്ന് പറഞ്ഞാൽ അല്ലെ സത്യം അല്ലെങ്കിൽ വസ്തുത അല്ലെങ്കിൽ നമ്മളല്ലേ തെളിയിച്ച് കണ്ടുപിടിച്ച കാര്യം, ഒക്കെയുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അതായത് അത് അല്ലെ നമ്മൾ എന്താണ് എവിഡൻസോടെ അല്ലെ തെളിയിക്കുന്നതാണ് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെയുള്ള കാര്യമാണ് അല്ലെ ഫാക്റ്റിൽ ഉള്ളത്. അതായിരിക്കും യാഥാർത്ഥ്യം, അതായിരിക്കും ട്രൂത്ത് അല്ലെ സത്യം. ഇനി എന്താണ് ഇന്റർപ്രിട്ടേഷൻ? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ ഒരു കാര്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെ, അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക അല്ലെ. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ നമുക്കല്ലേ അതിൽ എന്താണ് വ്യക്തിയുടെ എന്താ പറയുക കാഴ്ചപ്പാടാണ് അവിടെ പ്രതിഫലിക്കുന്നത് അല്ലെ. ഞാൻ എങ്ങനെ ഒരു കാര്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത് ഫാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ. ഞാൻ പറയുന്നത് സത്യമാവണമെന്നുണ്ടോ? ഇല്ല. അല്ലെ ഞാനൊരു കള്ളനാണെങ്കിൽ അല്ലെ ഞാൻ പറയുന്നത് അല്ലെ എനിക്ക് വേണ്ട രീതിയിലായിരിക്കും ഞാൻ ഒരു കാര്യത്തെ കള്ളത്തരം പറഞ്ഞ് അല്ലെ തെളിയിക്കാൻ ശ്രമിക്കുക. സോ അത് എൻ്റെ ഇന്റർപ്രിട്ടേഷനാണ് അല്ലെ. അത് ഒരു ജഡ്ജി അല്ലെ ഒരു വക്കീൽ അല്ലെങ്കിൽ ജഡ്ജി വന്ന് എന്നെ അല്ലെ വിലയിരുത്തുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടേതായ ഇന്റർപ്രിട്ടേഷനിലൂടെ അല്ലെ അത് അവതരിപ്പിക്കും അല്ലെ. അങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്, ഫാക്റ്റിലേക്ക് എത്തുന്നത് അല്ലെ. സത്യം എന്താണ് എന്ന് നമ്മൾ ഇന്റർപ്രിട്ടേഷനിലൂടെയാണ് കണ്ടെത്തുന്നത്. സോ അതാണ് ഈ ഫാക്ട്സും ഇന്റർപ്രിട്ടേഷനും ഒക്കെ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ വ്യാഖ്യാനം മാത്രമാണ്. ഒരു കാര്യത്തെ അല്ലെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ. സോ ബേസിക് ആയിട്ടുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി വേഗം വായിച്ചിട്ട് വരാനുള്ളതേ ഉള്ളൂ. സോ നോക്കാം. The word fact derives from the Latin word factum, which means a thing done or performed. സോ അല്ലെ എന്താണ് ഫാക്ടം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് വരുന്നത് അല്ലെ. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? എ തിങ് ഡൺ ഓർ പെർഫോംഡ് അല്ലെ. ഒരു കാര്യം, ഒരു ചെയ്ത കാര്യം അല്ലെങ്കിൽ നമ്മളല്ലേ പെർഫോം ചെയ്ത ഒരു കാര്യം അല്ലെ നമ്മൾ ചെയ്ത കാര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സംതിങ് ട്രൂത്ത്ഫുൾ അല്ലെ ശരിയായിട്ട് പ്രൂവ് ചെയ്ത കാര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. A fact is any statement that can be verified as true. So അല്ലെ ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് സത്യമെന്ന് തെളിയിക്കാൻ പറ്റുന്ന എല്ലാം അല്ലെ എന്താണ് ഫാക്ട് ആണ്. One's knowledge or ignorance of a fact does not alter that fact. അല്ലെ. സോ എനിക്ക് ഒരു ശരിയായ കാര്യം അറിയില്ല എന്ന് വെച്ച് അല്ലെ ഒരു വസ്തുതയല്ലാണ്ടാവുന്നില്ല അല്ലെ. സോ എന്താണ് ഞാനൊരു കള്ളനാണ്, ഞാനല്ലേ എൻ്റെ കുറ്റം അല്ലെ എന്താണ് കള്ളത്തരമാണ് ഞാൻ ചെയ്തതെന്ന് അല്ലെ മനസ്സിലാക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ അല്ലെ ഞാൻ ചെയ്തത് കള്ളത്തരമാകാണ്ടിരിക്കില്ല അല്ലെ. അത് കള്ളത്തരം തന്നെയാണ്. അത് മറ്റുള്ളവരല്ലേ അവരുടെ ഇന്റർപ്രിട്ടേഷനിലൂടെ അല്ലെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തെളിയിക്കും. സോ പക്ഷേ അല്ലെ ഞാൻ എന്ത് ചെയ്യണമെന്നില്ല, അത് സമ്മതിക്കണമെന്നില്ല. സോ അല്ലെ എന്താണ് സോ ഒരാളുടെ അറിവ് അല്ലെങ്കിൽ അയാളുടെ എന്താണ് ഭാവം അല്ലെ അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ സത്യത്തെ സത്യമല്ലാതെ ആക്കി തീർക്കില്ല എന്നാണ് പറഞ്ഞത്.
What one does with his or her knowledge of a fact does not alter that fact. സോ അല്ല എന്താണ് ഒരാൾ അല്ലെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ അല്ലെ കള്ളത്തരമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെ ആ ഒരു കള്ളത്തരം ആ ഒരു യാഥാർത്ഥ്യം അല്ലെ കള്ളത്തരമാകണമെന്നില്ല. നമ്മളല്ലേ പറയാണ് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് അല്ലെ, സൂര്യൻ എവിടെ ഉദിക്കുന്നു, കിഴക്ക് അല്ലെ, കിഴക്ക് ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ ഒരാളിപ്പം പറയാണ് സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ്. സോ അത് ശരിയാവുമോ? ഒരിക്കലുമില്ല അല്ലെ, കാരണം അത് അല്ലെ നമ്മൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്. സോ അതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഒരാള് അത് കള്ളത്തരമെന്ന് തെളിയിക്കാൻ അല്ലെ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് മാത്രം അല്ലെ ഒരു സത്യം അല്ലെ വസ്തുതയല്ലാതെ ആവുന്നില്ല എന്നുള്ളതാണ്. A fact by definition is indisputable. സോ അല്ലെ എന്താണ് ഡെഫിനിഷൻ പ്രകാരം അല്ലെ വസ്തുത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിസ്പ്യൂട്ടബിൾ ആണ് അല്ലെ. അത് എന്താ ഇൻഡിസ്പ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെ മലയാളത്തിലാണെങ്കിൽ ഇൻഡിസ്പ്യൂട്ടബിൾ എന്ന് പറയും. എന്താ പറയാ, ഇൻഡിസ്പ്യൂട്ടബിൾ നിസ്തർക്കമായ എന്ന് പറയാം അല്ലെ. അതായത് തർക്കിച്ച് അല്ലെ നമുക്ക് നമ്മുടെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബിയോണ്ട് ഡിസ്പ്യൂട്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലെ. സെർട്ടൻലി ട്രൂ, സത്യമായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അല്ലെ നമുക്ക് തർക്കിച്ച് അല്ലെ എന്താണ് നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് എന്ത്, വസ്തുത അല്ലെ. വസ്തുത, സത്യം എന്ന് പറയുന്നത് സത്യമാണ് അല്ലെ. കള്ളത്തരം കൊണ്ട് അതിനെ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ, അതാണ്. ഫോർ എക്സാമ്പിൾ, ദിസ് സെന്റൻസ് കണ്ടെയ്ൻസ് വേർഡ്സ് ഇസ് എ ലിംഗ്വിസ്റ്റിക് ഫാക്ട്. സോ അല്ലെ നമ്മൾ പറയാണ് ഈ സെന്റൻസിൽ വാക്കുകൾ ഉണ്ട് എന്ന്. സോ ആ ഒരു സെന്റൻസിൽ അല്ലെ എത്ര വാക്കുണ്ട്, ദിസ് അല്ലെ 4 വേർഡ്സ് ഉണ്ട്. ദിസ് എന്ന് പറയുന്ന ഒന്ന് അല്ലെ, സെന്റൻസ് എന്ന് പറയുന്നത്, കണ്ടെയ്ൻസ് എന്ന് പറയുന്ന 3ാമത്തെ വേർഡ് അല്ലെ, വേർഡ്സ് എന്ന് പറയുന്ന 4ാമത്തത്. സോ അതൊരു ഫാക്ട് ആണ് അല്ലെ. നമുക്കറിയാം അതിൽ 4 വേർഡ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അതിപ്പോ അല്ലെ ഒരാൾ അങ്ങനെയല്ല, അതിൽ അല്ലെ 4 വേർഡ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആവാതിരിക്കില്ല അല്ലെ. 4 വേർഡ്സ് ഉണ്ട് അതിൽ. ഇനി നോക്കുക, ദ സൺ ഇസ് എ സ്റ്റാർ അല്ലെ. സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് അല്ലെ, ഏറ്റവും വലിയൊരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ്, ഇറ്റ് ഈസ് എ കോസ്മോളജിക്കൽ ഫാക്ട് അല്ലെ. ആ ഒരു പ്രപഞ്ചപരമായ അല്ലെ ഒരു പ്രപഞ്ച സത്യം എന്ന് നമ്മൾ പറയും അല്ലെ. ഒരു യൂണിവേഴ്സൽ ഫാക്ട് ആണ് അല്ലെ, പ്രപഞ്ചപരമായ ഒരു സത്യമാണത്. അത് അല്ലെ അങ്ങനെ അല്ലാതാവുന്നില്ല. Further, Abraham Lincoln was the 16th president of the United States. And Abraham Lincoln was assassinated. Also both facts of history അല്ലെ, ചരിത്രത്തിലെ ഫാക്ടുകളാണ്. എബ്രഹാം ലിങ്കൺ അല്ലെ 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത്. സോ അല്ലെ അതൊക്കെ എന്താണ്, വസ്തുതകളാണ് അല്ലെ, ചരിത്രപരമായ വസ്തുതകളാണ്. ആരെങ്കിലും ഒരാളെ അല്ലെ എബ്രഹാം ലിങ്കൺ ആയിരുന്നില്ല അല്ലെ ഞാനായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ അതങ്ങനെ ഒരിക്കലും ആവില്ല എന്നുള്ളതാണ്. So all of these statements are superior to opinion or interpretation. So നമ്മുടെ അല്ലെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും അപ്പുറത്താണ് ഈ ഓരോ അല്ലെ വസ്തുതകളും. സോ അതുകൊണ്ടാണ് അതിനെ അല്ലെ വസ്തുതകൾ എന്ന് പറയുന്നത്. കാരണം എല്ലാവരാലും അല്ലെ കോമൺ ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയാ, വസ്തുത എന്ന് പറയാം. അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം അല്ലെ. വ്യക്തികളുടേത് മാത്രമാണെങ്കിൽ അല്ല അത് വെറും ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. നമ്മുടെ ഇന്റർപ്രിട്ടേഷനാണ് ശരി എന്ന് പറയും, തെളിയിക്കണ്ടിക്കല്. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്താൽ അതെന്താവും, ഫാക്ട്സ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. They are either categorically necessary or supported by adequate documentation. സോ അല്ലെ എന്താണ്, സോ ഇതൊക്കെയും അല്ലെ കാറ്റഗോറിക്കലി നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ട്രൂ ആയിട്ടല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. എബ്രഹാം ലിങ്കൺ ഇത്രാമത്തെ പ്രസിഡന്റ് അല്ലെ, അടുത്ത പ്രസിഡന്റ് ഇയാളാണ്, പിന്നെ അടുത്ത് വരുന്നത് വേറെ ആളാണ്. ഇതൊക്കെയും അല്ലെ നമ്മൾ ചരിത്രം അല്ലെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. The usual test for a statement of fact is verifiability. സോ ഒരു വസ്തുതയുടെ അല്ലെ ഒരു വസ്തുതയാവുന്നത് എപ്പോഴാണ് അല്ല, അതിനെ വെരിഫൈ ചെയ്യുമ്പോഴാണ് അല്ല, അത് തെളിയിക്കാൻ അല്ലെ വേണ്ടി അത് വസ്തുതയാണെന്ന് നമ്മളല്ലേ തെളിയിക്കുമ്പോഴാണ് അത് ഒരു വസ്തുതയായിട്ട് മാറുന്നത്. വെരിഫൈ എന്ന് പറഞ്ഞാൽ പ്രൂവ് എന്നുള്ളതാണ്, പ്രൂവബിലിറ്റി അല്ലെ. സോ വെരിഫയബിലിറ്റി മീൻസ് വെദർ ഇറ്റ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഓർ കറസ്പോണ്ട് ടു എക്സ്പീരിയൻസ് ഓർ നോട്ട്. സോ അത് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കല്ലേ, ഒരു പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റുമോ,
അല്ലെങ്കിൽ അനുഭവത്തിലൂടെയല്ല അത് മനസ്സിലാക്കി ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആ ഒരു വെരിഫയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫാക്റ്റിന് നമുക്ക് ഫാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് റെഫറൻസ് വർക്ക്സ് ആർ ഓഫൻ യൂസ്ഡ് ടു ചെക്ക് ഫാക്ട്സ്. സോ സ്റ്റാൻഡേർഡ് റെഫറൻസ് വർക്ക്സ് നമ്മൾ സയൻസിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു പരീക്ഷണം എങ്ങനെ നടത്തണം, ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മാത്തമാറ്റിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കൃത്യമായ ഫോർമുല വെച്ച് ചെയ്ത് വരുമ്പോൾ ഇന്നത് കിട്ടുമെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Scientific facts are verified by respectable careful observation or measurement by experiments or other means. So scientific experiments ഒക്കെയും അങ്ങനെയുള്ളതാണ്. സോ ഇന്നത് ഇത്ര അളവിൽ ചേർത്താൽ നമുക്ക് ഇന്ന സാധനം കിട്ടും സോ അതൊക്കെ എന്താണ് ഫാക്ട്സ് ആണ്. So facts is sometimes used synonymously with truth. ഒരു ഫാക്റ്റിനല്ല നമ്മൾ പലപ്പോഴും സത്യം എന്നുള്ളതിന് പകരമായിട്ടല്ലേ നമ്മൾ ഫാക്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. സോ സത്യവും ഫാക്റ്റും എന്താണ് രണ്ടും ഒരേ രീതിയിലല്ല ഉപയോഗിക്കപ്പെടുന്ന വേർഡ്സ് ആണ്. Now we will move on to the next thing under facts. So അതാണ് the interpretation. Interpretation is a word coming from the Latin word interpretare, which means explain or understand. സോ ഇന്റർപ്രെറ്ററി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ്, അതും ലാറ്റിൻ വേർഡാണ് എന്ന് ഓർമ്മിക്കുക. ഫാക്ട് എന്ന് പറയുന്നതും എന്തായിരുന്നു ലാറ്റിൻ വേർഡാണ്. സോ ഇന്റർപ്രിറ്റേഷനും ലാറ്റിൻ വേർഡാണ്. സോ എന്താണ് ആ വേർഡിന്റെ അർത്ഥം? എക്സ്പ്ലെയിൻ ഓർ അണ്ടർസ്റ്റാൻഡ്. സോ മനസ്സിലാക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. സോ അവനവന്റെ കാഴ്ചപ്പാടിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. So while facts are indisputable, they are subject to interpretation. So എന്താണ് ഫാക്ട് നമുക്ക് ഇൻഡിസ്പ്യൂട്ടബിൾ ആണ്, നമുക്കത് എന്താണ് തർക്കത്തിലൂടെ നമ്മുടെ രീതിയിലേക്ക് മാറ്റാൻ പറ്റാത്ത കാര്യമാണ് ഫാക്ട് അത് ആൾറെഡി ശരിയെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം സോ കാരണം ഫാക്ട് ആവുന്നത് നമ്മൾ പറഞ്ഞു വ്യാഖ്യാനങ്ങൾ ഇന്റർപ്രിറ്റേഷൻസിലൂടെയാണ്. Interpretation does not alter what a fact means, but interpretation places the fact in a context and attempts to explain its significance. So നമ്മൾ പറഞ്ഞു എന്താണ് ഫാക്ട് ആവുന്നത് ഇന്റർപ്രിറ്റേഷനിലൂടെയാണ് ഇന്റർപ്രിറ്റേഷൻ അതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്റർപ്രിറ്റേഷൻ ഡസ് നോട്ട് ഓൾട്ടർ വാട്ട് എ ഫാക്ട് മീൻസ്. സോ നമുക്കല്ലേ ഫാക്ടിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പിന്നെയും വേറെ രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റില്ല. ബട്ട് ഫാക്ടിലേക്ക് നമ്മൾ ചേരുന്ന ഒരു വഴിയാണെന്ത് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. So interpretation places the fact in a context and attempts to explain its significance. So ഒരു ഫാക്ടിന്റെ അതിന്റെ ഒരു വസ്തുത ഒരു സത്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? ഇന്റർപ്രിറ്റേഷനിലൂടെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം എന്നുള്ളതാണ്. ഒരു കള്ളനെ നമുക്ക് എന്ത് ചെയ്യാം? അവന്റെ തെറ്റെന്താണെന്നല്ലേ ഇന്റർപ്രിറ്റേഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കാം. സത്യം എന്ന് പറയുന്നത് എന്താണെന്ന് അവന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വക്കീലിന് അല്ലെങ്കിൽ ഒരു കോടതിക്ക് അവനെ ബോധിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഇന്റർപ്രിറ്റേഷനിലൂടെ. ഇന്റർപ്രിറ്റേഷൻ ഹെൽപ്സ് പ്രൊവൈഡ് എ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ദ ഫാക്ട് ഓർ സംടൈംസ് എ റീസൺ ഫോർ ദി ഫാക്ട്. സോ ഇന്റർപ്രിറ്റേഷൻ അതാ പറഞ്ഞല്ല ഇന്റർപ്രിറ്റേഷൻ എന്ത് ചെയ്യും? ഒരു കൺക്ലൂഷനിലേക്കല്ല നമ്മൾ എങ്ങനെയാണ് എത്തിയത് കാരണം എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന കാര്യത്തെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയാം. എല്ലാവരാലെയും ഒരേപോലെ അംഗീകരിക്കപ്പെടുന്നത്. അല്ലാണ്ട് ഒരു സയന്റിഫിക് കാര്യം ഒരു ആൾ ചെയ്യുമ്പോൾ ഒരു നിഗമനത്തിലെത്തി വേറെ ആൾ ചെയ്യുമ്പോൾ വേറൊരു റിസൾട്ടാ കിട്ടുന്നതെങ്കിൽ അതൊരിക്കലും ഫാക്ട് അല്ല അതെന്താണ്? ഓരോരുത്തരുടെ ഇന്റർപ്രിറ്റേഷൻ മാത്രമായിട്ട് നിൽക്കുകയാണ്. അത് അവരുടെ മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് ആണ്. സോ അത് ഫാക്ടിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു യൂണിയൻ ഉണ്ടാവണം. എല്ലാവരും ഒരേ റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഒരേ ഐഡിയയിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത് സത്യം എന്നുള്ള രീതിയിലോട്ട് ഉയരുകയുള്ളൂ. Two thinking human beings can take the same fact and develop two very different interpretations. സോ ഇനി എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് ശരി എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തെ നമുക്ക് അവിടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് രണ്ടാൾക്ക് രണ്ട് ആറ്റിറ്റ്യൂഡുകൾ ഉള്ള രണ്ടാൾക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കാം.
എന്ന് വെച്ചാൽ വ്യാഖ്യാനം ശരിയാവണമെന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, നമ്മള് സൂര്യൻ അല്ലെ എവിടെ ഉദിക്കുന്നു, കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളത് അല്ലെ പടിഞ്ഞാറ് ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. To make an interpretation is to conceive of in the light of individual belief or judgment. സോ അല്ലെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല എന്താണ്, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലല്ല അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ ഒരു വ്യക്തിയുടെ ജഡ്ജ്മെന്റിൽ അല്ലെ അതിനെ അളന്നെടുക്കുക എന്നുള്ളതാണ്. ഇന്റർപ്രിട്ടേഷൻ ഈസ് ബേസിക്കലി വൺസ് ഒപ്പീനിയൻ അബൌട്ട് എനിത്തിങ് ഓർ എനി മാറ്റർ. അതുകൊണ്ട് തന്നെ അല്ലെ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് പലപ്പോഴും ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് അല്ലെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഒരേ അഭിപ്രായം ഉണ്ടാവുമ്പോൾ അത് അല്ലെ നമ്മൾ സത്യം എന്നുള്ള രീതിയിൽ അംഗീകരിക്കും. അല്ലെ അതാണ് എന്ത് ഫാക്ട് എന്ന രീതിയിൽ നമ്മൾ പറയാം. ബട്ട് അപ്പോഴും അല്ലെ ഫാക്ട് ഉണ്ടാവണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറയും നമ്മളെ അല്ലെ. അപ്പോഴും ഫാക്ട് ഉണ്ടാവുന്നത് ഇന്റർപ്രിട്ടേഷനിലൂടെ ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കാം. As valid as it may seem, as strongly held as it may be, it is only one of many possible stories that we can create to fit the facts as we perceive them. സോ അല്ലെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അല്ലെ ഒരുപാട് ഫാക്റ്റിലേക്ക് എത്തുന്ന അല്ലെ ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കും അല്ലെ ഒരാളുടെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെ മെനി പോസിബിൾ സ്റ്റോറീസിൽ അല്ലെ ഒന്ന് മാത്രമാണ് ഇത് ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെ ഒരുപാട് അല്ലെ സ്റ്റോറീസ് ഒരേപോലെ വരുമ്പോൾ അത് ഫാക്റ്റ് ആയിട്ട് മാറും. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ട്സ് ഈസ് ആക്ച്വലി a conscious interaction with them in a one's own way or according to one's own interest. സോ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഫാക്റ്റിനെ അല്ലെ ഒരു ആളുടെ മാത്രം അല്ലെ ഇൻട്രസ്റ്റിൽ അവതരിപ്പിക്കുക. എൻ്റെ അല്ലെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഞാൻ അല്ലെ വിശ്വസിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എന്ന്. അപ്പോൾ അല്ലെ അത് എന്താണ് എൻ്റെ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്, അത് ശരിയാവണമെന്ന് ഇല്ല, അതെന്റെ രീതിയാണ് എന്നുള്ളതാണ്. ബട്ട് അതൊരിക്കലും ഫാക്ട് ആവില്ല എന്നുള്ളതാണ്. സയൻസ് ബേസസ് ഇറ്റ്സ് ഫൈൻഡിങ്സ് ഓൺ ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ട്സ്. സോ സയൻസ് എപ്പോഴും അല്ലെ ഫാക്ട്സ് അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. But the reality is that facts cannot be understood without an inherent framework of values and judgments. ബട്ട് എപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലെ ഫാക്റ്റിൽ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് ഇന്റർപ്രിട്ടേഷന്റെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. An individual's view of the world is formed within a certain framework of values and judgments which differs with people. സോ ഒരു വ്യക്തിയുടെ അല്ലെ ലോകത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അല്ലെ എന്താണ്? അല്ലെ ഓരോ വ്യക്തികൾക്കും അല്ലെ വ്യത്യസ്തമായ ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. So our concept of right and wrong is decided by how one perceives reality. So എൻ്റെ ശരി എന്ന് പറയുന്നത് പലപ്പോഴും അല്ലെ മറ്റുള്ളവരുടെ തെറ്റായിരിക്കാം. സോ മറ്റുള്ളവരുടെ തെറ്റ് എൻ്റെ ശരിയുമായിരിക്കാം. സോ അത് അല്ലെ എൻ്റെ ഇന്റർപ്രിട്ടേഷൻ, എൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അതെന്താണ്? എൻ്റെ വ്യൂ പോയിന്റ് മാത്രമാണ്, എൻ്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. അല്ലെ വസ്തുക്കളെ അല്ലെങ്കിൽ ലോകത്തെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് അല്ലെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെ അത് എൻ്റെ മാത്രം ശരിയാണ്. So one's ideas of fact is formed by how one loves to view reality. So അല്ലെ ഞാൻ എങ്ങനെ കാര്യത്തെ അല്ലെ സത്യമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നോ അതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത്. ബട്ട് എന്താണ് ലോകൈകമായ ഒരു സത്യം അല്ലെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അല്ലെ ഒരു യൂണിവേഴ്സൽ അല്ലെ ട്രൂത്ത്, ഒരു യൂണിവേഴ്സൽ ഫാക്ട് എന്നുള്ളത് ഐഡിയ വേറെ ഉണ്ട്. So we can say that even facts become facts only through an interpretation. So അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് ഒരുപാട് അല്ലെ ഇന്റർപ്രിട്ടേഷൻ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഒന്നായിട്ട് മാറുമ്പോൾ അല്ലെ സോ എന്റെയും നിന്റെയും അല്ലെ അടുത്തവന്റെയും ഒക്കെ അഭിപ്രായം അല്ലെ ഒന്ന് തന്നെ ആണെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് പറയും? ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട്സ് എന്ന് പറയും എന്നുള്ളതാണ്. സോ ഇത്രയാണ് എന്ത് ഫാക്ട് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. സോ അത് ഒരുമിച്ച് ചോദിക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പാരഗ്രാഫിന് ചോദിക്കാം. എസ് ആയിട്ടൊന്നും എന്തായാലും ചോദിക്കില്ല. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വേറൊരു പാരഗ്രാഫാണ് നോക്കുന്നത്. സോ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് റീഡർ or account for the role of a reader in narration. സോ ഇനിയല്ലേ വായനക്കാരൻ എന്ന് പറയുന്നത് എന്താണ്? സോ ഒരു വായനക്കാരന്റെ റോൾ എന്താണ്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
സോ നമുക്കല്ല അറിയാം വായനക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. എന്തെങ്കിലും വായിക്കുന്ന ഒരാൾ അല്ലെ, അയാളാണ് ആര്, വായനക്കാരൻ. സോ അലോങ് വിത്ത് ദ ഓത്തർ കംസ് ദ റീഡർ ഇൻ ഇമ്പോർട്ടൻസ്. സോ അല്ലെ, ഓത്തറിനെ പോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് ആര്, റീഡർ എന്ന് പറയുന്നത്. കാരണം അല്ലെ, ഓത്തറിന്റെ നിലനിൽപ്പ് തന്നെ അല്ലെ റീഡറിൽ അടങ്ങിയിരിക്കുകയാണ്. സോ അല്ലെ, റീഡർ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഓത്തർ എന്ന് നമ്മളല്ലേ ചോദിക്കും. സോ റീഡറെ പോലെ അല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് ആര്, ഓത്തറെ പോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് റീഡർ. സോ എ റീഡർ ഈസ് എ പേഴ്സൺ ഹു റീഡ്സ് ഓർ ഹു ഇസ് ഫണ്ട് ഓഫ് റീഡിങ്. സോ അല്ലെ, എന്താണ്, വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെ, അയാളെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു റീഡർ എന്ന് പറയാം. A reader is a word coming from an Old English word which means interpreter of dreams. സോ റീഡർ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡിൽ നിന്ന് പറയുന്ന ഒരു വേർഡാണ്. സോ ആ റീഡർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഇന്റർപ്രറ്റർ ഓഫ് ഡ്രീംസ് എന്നാണ് അല്ലെ, സ്വപ്നങ്ങളുടെ വ്യാഖ്യാതാവ് എന്നാണ് നമ്മൾ അല്ലെ റീഡർ എന്നുള്ള മീനിങ്ങിന്റെ വേർഡ് അർത്ഥം വരുന്നത്. The German literary theorist Wolfgang Iser said that a literary work lies halfway between the text written by the author and the realization of that text by the reader in the act of reading. സോ നമ്മുടെ അല്ലെ ജർമ്മൻ ലിറ്റററി തിയറിസ്റ്റ് ആയ വോൾഫ്ഗാങ് ഐസർ, ഒരു റീഡർ റെസ്പോൺസ് ക്രിട്ടിക്കാണ് വോൾഫ്ഗാങ് ഐസർ എന്ന് പറയുന്ന ഒരു വിമർശകൻ. അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്സ്റ്റിന്റെ അല്ലെ ജീവൻ, അതിന്റെ അല്ലെ ആ ഒരു എന്താ പറയാ ലൈഫ് കിടക്കുന്നത് പകുതി ആരുടെ കയ്യിലാണ്, എഴുതിയ ആളുടെ കയ്യിലാണ്, പകുതിയോ വായനക്കാരന്റെ കയ്യിലാണ്. കാരണമല്ലേ, ഒരു ടെക്സ്റ്റ് നിങ്ങൾ എന്ത് എഴുതി എന്നുള്ളത് അല്ലെ അത് നിങ്ങളുടെ കാര്യം അല്ല, അത് ഏത് രീതിയിൽ വായിക്കുന്നു എന്നുള്ളത് എൻ്റെ കാര്യം. കാരണമല്ല, എൻ്റെ അനുഭവവും എനിക്ക് അല്ലേ എന്താണ് എൻ്റെ സംസ്കാരവും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അതൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു വർക്കിനെ വായിക്കുക. സോ നിങ്ങളുടെ ഒരു വേർഡ് അല്ലെ ചിലപ്പോൾ എനിക്ക് അല്ലെ വേറെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മീനിങ് ആയിരിക്കാം തരുന്നത്. സോ അത് അല്ലെ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ടെക്സ്റ്റിന്റെ ജീവൻ അല്ലെ പകുതി ഉൾക്കൊണ്ടിരിക്കുന്നത് എഴുത്തുകാരന്റെ കയ്യിലാണ് അല്ലെ, പകുതിയോ എൻ്റെ കയ്യിലാണ് അല്ലെ വായനക്കാരന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാ, the reader's personal feelings, knowledge and experience contribute to the author's text to create the meaning for the individual reader. സോ അല്ല എന്താണ്, ഒരു ടെക്സ്റ്റിലെ അല്ലെ എഴുതിയതിന്റെ ഒക്കെ വികാരങ്ങളും അല്ലെ അതിലെ വിജ്ഞാനവും അതിലെ അല്ലെ അനുഭവങ്ങളും ഒക്കെ അല്ലെ ഒരു വായനക്കാരൻ വായിക്കുന്നത് അവന്റെ അല്ലെ ജീവിത പരിചയം വച്ചിട്ടാണ്. ചിലപ്പോൾ അല്ലെ നമുക്ക് വലിയ അല്ലെ പാവങ്ങളുടെ വർക്ക്, ഇപ്പൊ ഞാനൊരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്കല്ലേ വിശപ്പും ദാഹവും അല്ലെ അതിന്റെ ഒന്നും വില എന്താണെന്ന് അറിയില്ല, ഞാൻ ഫുൾ ടൈം അല്ലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അപ്പോൾ പിന്നെ നമുക്കല്ലേ ഒരു വർക്ക് എഴുതിയിരിക്കുകയാണ്, ഒരു അല്ലെ വളരെ എന്താണ് ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള അല്ലെ ദാരിദ്ര്യത്തെ പറ്റി വിവരിക്കുന്ന ഒരു വർക്ക് എഴുതിയിരിക്കുകയാണ്. സോ അല്ലെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ അത് വായിക്കുമ്പോൾ തോന്നും അല്ലെ ഇതെന്തൊരു അല്ലെ ചവറൊരു ഒരു വേസ്റ്റ് വർക്ക് ആണെന്നൊക്കെ തോന്നും. ബട്ട് അത് ശരിക്കും അല്ലെ ഫീൽ ചെയ്യുന്നത് ആരായിരിക്കും, അല്ല അതൊക്കെ അനുഭവിച്ചു വരുന്ന ഒരാളായിരിക്കും. സോ അല്ലെ വായനക്കാരൻ ആണ് ശരിക്കും എന്ത് ഒരു വർക്ക് അല്ല അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. പകുതി അല്ലേ അവന്റെ കയ്യിലാണ് ആ വർക്കിന്റെ ജീവൻ കിടക്കുന്നത് എന്നുള്ളതാണ്. There are implied reader and the real reader. നമ്മൾ ഓതറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ ഇംപ്ലോയിഡ് ഓതർ എന്നുള്ള കാര്യം ഉണ്ട്. സോ ഈ ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ ഈ ഡയഗ്രാംസ് അവിടെ വരച്ചു വെക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സോ തിയറി പേപ്പർ ആണ്, തിയറി പേപ്പർ ആവുമ്പോൾ നമ്മളല്ലേ വെറും ഒറ്റ രീതിയിൽ എഴുതുന്ന അല്ലെ പാരഗ്രാഫ് മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കലല്ല, അതിനിടയ്ക്ക് എന്ത് വേണം, കൊട്ടേഷൻ ഉള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഡയഗ്രാംസ് അല്ലെങ്കിൽ ഗ്രാഫ് അല്ല ഇങ്ങനെയുള്ള എന്തെങ്കിലും വരച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്തോളണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ പറഞ്ഞു അല്ലെ ഇംപ്ലോയിഡ് റീഡർ എന്നുള്ള ഐഡിയ, ഇംപ്ലോയിഡ് ഓതർ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ നമ്മൾ എന്താണ് ഇംപ്ലോയിഡ് റീഡർ എന്ന് പറയുമ്പോൾ, ഒരു ഓതർ അല്ലെ നോക്ക്, ഇവിടെ ഡയഗ്രാം നോക്ക്, ഒരു ഓതർ ഉണ്ടാവും അല്ലെ, ഒരു റിയൽ ഓതർ, ഒരു എഴുത്തുകാരൻ. അയാൾ എന്ത് ചെയ്യും, ഒരു വർക്ക് എഴുതും. സോ ഒരു വർക്ക് എഴുതുമ്പോൾ അല്ലെ അയാൾ തോന്നിയ പോലെ എഴുതുകയാണോ ചെയ്യാം?
അല്ല, ഒരു ഓഫ് കോഴ്സ് ഒരു വായനക്കാരൻ അത് വായിച്ച മനസ്സിലാവണം എന്നുള്ള ഒരു ഐഡിയ എന്തായാലും അയാൾക്ക് ഉണ്ടാവും. സോ അപ്പോൾ വായനക്കാരനെ അല്ലേ മനസ്സിൽ കണ്ടിട്ടാണ് അയാൾ എഴുതുക അല്ലെ. സോ വായനക്കാരനല്ലേ അധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു സാധനം എഴുതിയാൽ അല്ലേ ഒരു പുസ്തകം ചിലപ്പോൾ അല്ലേ മാർക്കറ്റിൽ വിറ്റു പോവില്ല. അതുകൊണ്ടല്ലേ വായനക്കാരനെ മുമ്പിൽ കണ്ടാണ് ഒരു എഴുത്തുകാരൻ എപ്പോഴും എഴുതുക. സോ അയാളുടെ ഉള്ളിൽ അല്ലേ റീഡറെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. സോ ഇതാണ് എന്ത് ഇംപ്ലൈഡ് റീഡർ. സോ അയാളല്ലേ എഴുതുമ്പോൾ അല്ലെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ടാവും, ഇതാണ് വായനക്കാരൻ എന്ന്. സോ അങ്ങനെ ഉള്ള അയാളുടെ ഉള്ളിലുള്ള ആ ഒരു റീഡറെ പറ്റിയുള്ള ഐഡിയ ആണ് എന്ത് ഇംപ്ലൈഡ് റീഡർ. സോ ഇംപ്ലൈഡ് റീഡർ അല്ലെ അയാളുടെ ഉള്ളിൽ ഐഡിയ. സോ അങ്ങനെ എഴുത്തുകാരൻ അല്ലെ വായനക്കാരനെ മുമ്പിൽ കണ്ടിട്ട് എഴുതും. സോ ആ എഴുതിയതല്ലേ നമ്മൾ മാർക്കറ്റിൽ വിറ്റ് ഒരു വായനക്കാരൻ അത് വാങ്ങുകയാണ്. അയാളാണ് ആര് റിയൽ റീഡർ എന്ന് പറയുന്നത്. അതാണ് ഈ മൂന്നാമത്തെ ഡയഗ്രാം. നോക്ക്, മൂന്നാമത്തെ ആളെ ആ ഒരു റിയൽ റീഡർ. സോ ഈ റിയൽ റീഡർ എന്ത് ചെയ്യും? ആ ഒരു ബുക്ക് അല്ലെ വായിക്കും. സോ ബുക്ക് വായിക്കുമ്പോൾ അല്ലേ ഓതറെ നേരിട്ട് പരിചയമില്ലാത്ത പല വായനക്കാരായിരിക്കും അത് അല്ലെ. ഓഫ് കോഴ്സ് നമുക്കല്ലേ കമല സുരയ്യ എന്നൊക്കെ പറഞ്ഞാലേ എന്താണ് മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. സോ നമുക്ക് നേരിട്ട് അറിയില്ല. സോ നമ്മളല്ലേ അവരെ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മുടെ അല്ലേ വായിച്ച് ആ ഒരു ബുക്ക് വായിച്ച് അവരെ പറ്റി കേട്ടിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് നമ്മൾ അവരെ പറ്റി അല്ലെ മനസ്സിലാക്കും. സോ അതാണ് എന്ത് ഇംപ്ലൈഡ് ഓതർ. സോ അല്ലെ ബുക്കിലൂടെ നമ്മളൊരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇംപ്ലൈഡ് ഓതർ. സോ ഇത്രയാണ് ഐഡിയ. സോ ഇംപ്ലൈഡ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഓർമ്മിക്കുക. There are implied reader and the real reader. The implied reader is the supposed reader the author has in his mind while creating a work. സോ ഒരു ബുക്ക് എഴുതുമ്പോൾ അല്ലേ എൻ്റെ മനസ്സിൽ വായനക്കാരൻ ഇതാണ്. സോ ഞാൻ ഇങ്ങനെ എഴുതിയാലല്ലേ അവൻ എന്നെ തെറ്റിദ്ധരിക്കപ്പെടും എന്നൊക്കെ ഉള്ളത് കൊണ്ട് അല്ലേ ഞാൻ ചിലപ്പോൾ വേറെ രീതിയിൽ മാറ്റി എഴുതി എന്നൊക്കെ വരും. കാരണം എന്താണ് എൻ്റെ മനസ്സിലല്ലേ വായനക്കാരൻ എന്ന ആളെ പറ്റി എപ്പോഴും ഒരു ബോധമുണ്ട് എഴുതുമ്പോൾ. സോ അതാണ് എന്ത് ഇംപ്ലൈഡ് റീഡർ. ഇംപ്ലൈ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സൂചിപ്പിക്കുക, ഉദ്ദേശിക്കുക എന്നൊക്കെയാണ്. The real reader is the one who enjoys the fruit of the author's creation, the book, directly through the process of reading. So real reader എന്ന് പറഞ്ഞാൽ അല്ലെ ആരാണ് അല്ലെ ഒറിജിനലി ആ ഒരു ഓതറിന്റെ വർക്ക് കയ്യിൽ കിട്ടി അത് അല്ലെ ഫിസിക്കലി അത് വായിക്കുന്ന ആളാണ് റിയൽ റീഡർ. എന്നിട്ട് ഫിസിക്കലി അല്ല അത് കയ്യിൽ കിട്ടാണ്ട് അല്ലെ ഓതർ വിചാരിക്കുകയാണ് ഇയാൾ ഇങ്ങനെ വായിക്കും എന്ന് വിചാരിക്കുമ്പോൾ അതെന്താണ് ഇംപ്ലൈഡ് റീഡർ. സോ ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഞാൻ തന്നിട്ടുള്ളത്. കാരണം നമ്മൾ ബാക്കി ഐഡിയ ഒക്കെ നമ്മൾ വേറൊരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പാരഗ്രാഫാണ് ഇത് നെറേറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു നെറേറ്റി എന്ന പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ബാക്കി സാധനം വെച്ചിട്ട് ഈ പാരഗ്രാഫ് ഫിൽ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് ഈ പാരഗ്രാഫിനെ പിന്നെയും ഒരുപാട് നമ്മൾ വേറെ സാധനങ്ങൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം അല്ല പഠിച്ച സാധനങ്ങൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എക്സാം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ട്രിക്കി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഒരുപാട് പഠിച്ചിട്ട് കുറച്ച് എഴുതുന്നതും അല്ലെ കുറച്ച് വൃത്തിയായിട്ട് പഠിച്ചത് എന്ത് ചെയ്യുക ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പകുതിയെ പാരഗ്രാഫ് തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ ബാക്കി അതേ കാര്യം തന്നെയാണ് ഈ നറേറ്റീവ് എന്ന പാരഗ്രാഫിൽ പറയുന്നത്. സോ അത് തന്നെ എഴുതി നമ്മളത് ഫിൽ ചെയ്താൽ മതിയാവും. സോ ഇത്രയാണ് എന്ത് റീഡർ എന്നുള്ള ആ ഒരു പാരഗ്രാഫിനെ പറ്റി പറയാനുള്ളത്. സോ with this we will finish our lecture for today and we will meet again in the next class with some new topics.